ലുലു മാൾ വരെ നടന്നു പോകാൻ പോകും. ഫോൺ വീണു. എടേ പറ്റുന്നില്ലെന്നാ തോന്നണം, പറ്റൂലെന്ന് തോന്നണം. ടയർഡ്. ഹലോ കൂട്ടുകാരെ, എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ ദിവസത്തെ ആഗ്രഹമാണ്. പക്ഷേ എന്ത് വീഡിയോ ഇടും ആലോചിച്ച് നടന്ന് ഓടിയൊക്കെ ആലോചിച്ചു ഓടുന്നതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ഇപ്പം എന്താ പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 4.5 കിലോമീറ്ററുള്ള ലുലു മാൾ വരെ നടന്നു പോകാൻ പോകും. യെസ്, ഓടണം എന്ന് രാവിലെ തൊട്ട് വിചാരിച്ചു. പക്ഷേ വിചാരിച്ച് ഇപ്പോൾ 8:30 ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഓടാം. ഗൂഗിൾ മാപ്പിലിട്ടേക്കുന്ന പോലെ നമ്മൾ വരുവാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൽ ഓടിത്തീരും. നമ്മൾ തിരിച്ചു വരുമ്പോൾ മെട്രോയിൽ വരാം. സോ ഓക്കെ, നമുക്കിപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം റെഡിയായി. ഒരു വാട്ടർ ബോട്ടിൽ, ഞാൻ 2 വർഷം മുന്നിൽ മേടിച്ച ട്രൈപോഡ് ഇപ്പോൾ ഏകദേശം പൊട്ടി, കുഴപ്പമില്ല. 2 വർഷം മുമ്പ് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ പോട്ടെ. പിന്നെ ഒരു ബനാന വിച്ച് ഇസ് റിച്ച് ഇൻ ഫൈബർ. ലുലു മാൾ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. സോ 1 രൂപ എടുത്തിട്ടുണ്ട്, നമുക്ക് 1 രൂപയുടെ ചോക്ലേറ്റ് മേടിക്കാം. ലാസ്റ്റായിട്ടൊരു 50 രൂപ എടുത്തിട്ടുണ്ട് തിരിച്ച് മെട്രോയിൽ വരാൻ വേണ്ടി. സോ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ലുലു മാൾ വരെ നടന്നു പോയിട്ട് അവിടെ നിന്ന് 1 രൂപ ചോക്ലേറ്റ് മേടിക്കണം. ഞാൻ ഇറങ്ങി, പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നമ്മളെ നോക്കും, ഇങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇവിടെ നിന്ന് 5 മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കലൂരിലെത്തണം. കലൂരിലെത്തിക്കഴിഞ്ഞാൽ പാലാരിവട്ടം, കലൂർ ജയനൽ സ്റ്റേഡിയം മറ്റേ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാലാരിവട്ടം ചെങ്ങമ്പുഴ ലുലു മാൾ. പറയാൻ സിമ്പിളാണേലും സാധനം 4.5 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷൻ കലൂർ പോലും എത്തിയിട്ടില്ല. പക്ഷേ ഓക്കെ, എവരിബഡി ഈസ് ലുക്കിംഗ് അറ്റ് മീ ഗൈസ്. ഇറ്റ്സ് വെരി ഹാർഡ്. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. കുഴപ്പമില്ല, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എത്ര മണിക്കൂറിലെത്തും നോക്കാം. വെയിറ്റ്. ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലം. എല്ലാവരും ഡെയിലി അമ്പലത്തിലോട്ട് പോവുക. കുറച്ച് ഡിവോഷണൽ സോങ്സൊക്കെ കേൾക്കണം. ദൈവമാണ് എല്ലാത്തിനും കാരണം. ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ, അതായത് കലൂർ മെട്രോ സ്റ്റേഷൻ എത്തി. ആകെ 1 മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് 4 മെട്രോ സ്റ്റേഷനാണ്. ജയനൽ, പാലാരിവട്ടം, ചെങ്ങമ്പുഴ, ലുലു മാൾ. സോ അത്ര മെട്രോ സ്റ്റേഷനുണ്ട്. നമ്മളിപ്പോൾ ഡോറാതെ എക്സ്പ്ലോറർ പോലെയായി. നമ്മളെവിടെയാണ് പോകുന്നത്? ലുലു മാൾ, ജയനൽ, പാലാരിവട്ടം, ചെങ്ങമ്പുഴ, ലുലു മാൾ. ഓക്കെ. പിന്നെ ഈ വെയിൽ, ഭയങ്കര വെയിൽ. രാവിലെ തന്നെ പോകാൻ നോക്കിയതാണ്, പക്ഷേ പറ്റില്ല. രാവിലെ ഓരോ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് ഓക്കെ ഗായ്സ്. ഇപ്പോൾ നമ്മൾ ജയനൽ സ്റ്റേഡിയം, അതായത് 2ാമത്തെ മെട്രോ സ്റ്റേഷനിൽ എത്താറായി. അപ്പോൾ തന്നെ വേർത്ത് കുളിച്ച് ഫുള്ള് ഡ്രെയിനായി നമ്മുടെ എനർജിയൊക്കെ. പക്ഷേ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. കുറച്ചൊക്കെ പണിയാണ്. എത്തി 2ാമത്തെ മെട്രോ സ്റ്റേഷൻ. നമുക്ക് വേണമെങ്കിൽ ആ മെട്രോ സ്റ്റേഷനിൽ കുറച്ച് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. ഇതേ ആ മെട്രോ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതേ ജയനൽ മെട്രോ സ്റ്റേഷൻ എത്തി. ഇനി നമ്മൾ അടുത്ത പാലാരിവട്ടം മെട്രോ സ്റ്റേഷനാണ്. പക്ഷേ ജയനൽ സ്റ്റേഡിയത്തിൽ നിന്ന് പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ നല്ല ദൂരമുണ്ട്. നല്ല ദൂരം എന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട് കിടന്നു. അടുത്ത മെട്രോ സ്റ്റേഷൻ നമുക്ക് എത്താൻ കുറച്ച് പാടാണ്. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പോവാം. ഫോൺ വീണു. ഫോൺ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനത് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം വീട്ടിൽ പോയിട്ട്. ഇനി നമുക്ക് കയ്യിൽ തന്നെ പിടിക്കാൻ തോന്നണമെങ്കിൽ ട്രൈപോഡിൻ്റെ ആവശ്യമില്ലല്ലോ. ട്രൈപോഡിൽ വയ്ക്കുമ്പോഴാണ് ഫോൺ വീഴുന്നത്. ചെറിയ ലൂസ് വീട്ടിൽ പോയിട്ട് ശരിയാകാം. ഓക്കെ, ലെറ്റ് കണ്ടിന്യൂ. കയ്യിലാ പിടിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഫോണിൻ്റെ കവർ എടുത്തിട്ട് വരുമായിരുന്നു. ഫോണിൻ്റെ കവറും എടുത്തില്ല. ഫോൺ കയ്യിൽ നിന്ന് താഴെ പോവില്ല, എന്നാലും താഴെ പോകുന്ന ചെറിയൊരു ഡൗട്ടുണ്ട്. പകുതി ദൂരം എത്തിയിട്ടുള്ളൂ നമ്മൾ. ഇനി കുറേ ദൂരം കിടപ്പുണ്ട്.
നമ്മൾ ഈ മെട്രോ പാത്താണ് ഫോളോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത മെട്രോ സ്റ്റേഷൻ എത്താറായി. പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ എത്തി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് മാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ പകുതി ദൂരം കഴിഞ്ഞെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ പാലാരിവട്ടം മെട്രോ എത്തി. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടെ ഈ വീഡിയോയിൽ എന്തൊക്കെ കുഴപ്പമുണ്ട്, ഇത് മാറ്റായിരുന്നു അത് മാറ്റായിരുന്നു, അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇടണം നിങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്തടുത്ത വീഡിയോസ് പൊളിയായിട്ടിടാം. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ എത്തുമെന്ന് ഉറപ്പാണ്. പക്ഷേ സൈക്കിളിൽ വരാമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. സൈക്കിളിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്നിട്ടായിരുന്നു. പക്ഷേ സൈക്കിളിലാണെങ്കിൽ ഇങ്ങനെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, ക്യാമറ പിടിച്ചിട്ട്. അതാണ് പ്രശ്നം. നമ്മൾ ഇത്രയും ദൂരം നടന്നു പോകുന്നത് ലുലു മാളിൽ പോയിട്ട് 1 രൂപയുടെ ചോക്ലേറ്റ് മേടിക്കാനാണ്. അത് ഫസ്റ്റ് അവിടെ കിട്ടുമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അവിടെ മറ്റേ ബില്ല് താടിക്കാൻ സ്ഥലത്ത് പോയിട്ടാണ്. അവിടെ പോയിട്ട് നമ്മൾ 1 രൂപയുടെ ചോക്ലേറ്റ് എടുത്തിട്ട് അവർ ബില്ലടിക്കാൻ പറയുമ്പോൾ അപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ സെറ്റാക്കാം എന്തായാലും. ഫസ്റ്റ് അത് ബില്ലടിച്ച് തരുമോ? ഫസ്റ്റ് ഡൗട്ടുണ്ട്. നമ്മൾ ഈ ട്രൈപ്പോഡും പൊട്ടിയതുകൊണ്ട് കുറച്ച് പണിയാണ്. ഈ കൈ ഇങ്ങനെ പൊക്കിപ്പിടിക്കുമ്പോഴേ കൈ ചെറുതായിട്ട് സ്ട്രെയിൻ ഉണ്ട്. എന്തായാലും സെറ്റാക്കാം. ഇത്രയും ദൂരം പോയിട്ട് നമ്മൾ നമ്മുടെ 1 രൂപ ചോക്ലേറ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കൂട്ടുകാരെ, അപ്പം നമ്മൾ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനിൽ എത്താറായി. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ നല്ല പാടായിരിക്കും എന്ന് വിചാരിച്ചു. ഭയങ്കര പാടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഈസിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യം സമയമായി. 9:30 ആവാറായി. നമുക്ക് പക്ഷേ മെട്രോ സ്റ്റേഷൻ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ എത്താറായി. ഈസി ആയിരിക്കും ഇത് ഈ ടാസ്ക്. നമ്മളിപ്പോൾ അതെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനിൽ വിചാരിച്ചതിൽ ഈസി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇനി ആകെ ഒറ്റൊരു മെട്രോ സ്റ്റേഷനുള്ളൂ അടുത്തത്. അതാണ് ലുലു മാൾ മെട്രോ സ്റ്റേഷൻ. നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ലുലു മാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും അത്യാവശ്യം പെട്ടെന്ന് എത്തും. നമ്മൾ തീർക്കും. വാവ്, ഗാർഡൻ കണ്ടു. ഗാർഡൻ അമേസിങ്. കൊള്ളാം ഗായ്സ്. നമ്മളപ്പോൾ അടുത്തത് ലുലു മാളിലെത്തി. എത്താറായി. ഇത് കുറച്ചും കൂടെ ഉള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ലുലു മാൾ. പിന്നെ വേറൊരു കാര്യം പറയണം. എനിക്ക് ഈ വീഡിയോക്ക് ഒരു 1000 ലൈക്സ് കിട്ടിയാൽ, അതായത് 1K ലൈക്ക് കിട്ടിയാൽ ഞാനൊരു മാരത്തോൺ ഓടാം. ഇതുവരെ ഞാൻ ഓടിയിട്ടില്ല. അത് ഒരു നമ്മൾ നടക്കുന്നതിൻ്റെ ഡബിൾ. ഞാനിപ്പോൾ ഏകദേശം 4.5 കിലോമീറ്റർ നടന്നു 10 കിലോമീറ്ററിൻ്റെ മാരത്തൺ ഓടാം. സോ എവരിബഡി ലൈക്ക്. നമ്മൾ നമ്മുടെ ടാസ്കിൻ്റെ 80% കംപ്ലീറ്റ് ചെയ്ത്. ഇത് ലുലു മാള് അടുത്തെത്തി. ഇത് മെട്രോ സ്റ്റേഷൻ അതിൻ്റെ അടുത്താണ് ലുലു മാൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മളത് ഇടപ്പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ടാസ്ക് കംപ്ലീറ്റഡ് ആയി. 90% പറ്റും നമ്മളെ കൊണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം നമ്മൾ ലുലു മാളിലെത്തി. കുറച്ചും കൂടെ ഉള്ളൂ. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ലുലു മാളിൻ്റെ ലിങ്ക് ബ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കര പാടായിരിക്കും, പറ്റത്തില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ എത്തി. ഇറ്റ്സ് വെരി ഹാർഡ്. ഇനി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് 1 രൂപയ്ക്ക് ചോക്ലേറ്റ് മേടിക്കണം. വിച്ച് ഈസ് വെരി ഹാർഡ്. കടകളൊന്നും ഓപ്പണൊന്നും ആയിട്ടില്ല മര്യാദക്ക്. ഹൈപ്പർ മാർക്കറ്റ് താഴെയാണ്. നമുക്കപ്പം
താഴെ നടന്നു പോവാം. ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ പൂട്ടാൻ വഴിയില്ല. പക്ഷെ ഓക്കെ, നോക്കാം. ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഹൈപ്പർ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും എന്തായാലും. ലുലുമാൾ ഓപ്പൺ ആണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് കാര്യം. നമ്മളിപ്പോൾ ലുലുമാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ കിട്ടുമെന്ന് എനിക്കാണെങ്കിൽ ₹1 ചോക്ലേറ്റ് കിട്ടും. വേണ്ട, ലുലുമാൾ രാവിലെ വന്നുകൊണ്ട് ഇത്രയും തിരക്കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോലും പറ്റൂല. നമുക്ക് ₹1 ചോക്ലേറ്റ് ഉണ്ടാവുമെന്ന് നോക്കാം. നോക്കട്ടെ, ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു, പക്ഷെ ചാൻസ് കുറവാണ്. നമ്മൾ ₹1 ചോക്ലേറ്റ് മേടിക്കാനാണ് നോക്കിയത്. പക്ഷെ അവിടെ ₹1 ചോക്ലേറ്റ് ഇല്ല. അതാണ് നമ്മളപ്പോൾ ₹10 ചോക്ലേറ്റ് മേടിച്ചത്. എനിക്ക് 2 ടാസ്ക് ഉണ്ടായി. ഒന്ന് നടന്നു എന്നതും ₹1 ചോക്ലേറ്റ് മേടിക്കണതും. ഒരു ടാസ്കിൽ നമ്മൾ തോറ്റു. ബട്ട് ഓക്കെ, നമ്മളൊരു ടാസ്ക് ജയിച്ചു. പിന്നെ നമുക്ക് മെട്രോ കയറി വീട്ടിൽ പോകാം. തിരിച്ച് നടക്കാനുള്ള ശക്തി എനിക്കില്ല. അത്രേ ഉള്ളൂ ഗൈസ്, വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും പറയുന്ന പോലെ. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു സോ മച്ച്.